+2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എല്ലാവരും വെറുതെ നാട്ടിലിങ്ങനെ തിരിഞ്ഞ് കളിക്കരുത്. അപ്പം എന്ത് ചെയ്ത് കുറേ ആൾക്കാർ ഗൾഫിലേക്ക് പോവുക, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഞങ്ങൾ മാത്രം ഒറ്റക്കായി. അന്നേരം ഞാൻ എന്ത് ചെയ്യണമെന്നോ എന്താ ഇനി മുന്നോട്ടുള്ള ലൈഫ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇവിടെ വന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ ജോലി കിട്ടും, നമുക്ക് പെട്ടെന്ന് സെറ്റിൽ ആവാന്നുള്ളൊരു തോട്ട് വന്നു. 3 ആളും കൂടി ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ആ ടൈമിലാണ് ബിഷർക്ക പറയുന്നത്, നിങ്ങൾ പാർട്ട് ടൈമിൽ ജോബിന് നോക്കുകയാണെങ്കിൽ ഈ പഠിക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെ നോക്കുക എന്തായാലും. അങ്ങനെ ഒരു സൈക്കിൾ ഷോപ്പ് തന്നതും ആ സൈക്കിൾ ഷോപ്പിൽ പോയി അവിടുന്ന് ആ ക്ലയൻറ്റിനോട് ഞങ്ങൾ സംസാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു പേയ്മെൻറ്റിന് ഞങ്ങൾക്ക് ആ വർക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ വർക്ക് ചെയ്തുകൊടുക്കുക. പിന്നെയാണ് എയർലൈൻസ് ആയിട്ട് ഒരു വർക്ക് ഉണ്ട് ബിഷർക്ക പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി സംസാരിച്ച് നല്ല രീതിയിലൊരു പാക്കേജും കാര്യങ്ങളും സെറ്റായി. ഞങ്ങളിപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇത് നമുക്ക് എന്ത് ചെയ്തോടാ, വയനാട്ടിൽ എങ്ങനെയാണെങ്കിലും കുറേ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോട്ട് കിട്ടി. ഏജൻസികളുടെ നെയിമും കാര്യങ്ങളൊക്കെ കണ്ടുവച്ചു. എന്നിട്ട് ആ ഏജൻസിൻ്റെ നെയിം ഞങ്ങൾ ഈ സ്റ്റേജിൽ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല. ഓൾറെഡി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും ഉള്ളതുകൊണ്ടല്ല, ഞങ്ങൾക്ക് 3 ആൾക്കും ഞങ്ങളെ പാരൻസ് ഉള്ളൊരു വേദിയിൽ നിന്ന് ആ പേര് ചെയ്യാനുള്ളൊരു തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങളെന്തായാലും പേര് നിങ്ങളെല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും ഉള്ളൊരു വേദിയിൽ തന്നെ ഞങ്ങൾ റിവീൽ ചെയ്യും.